ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ തുടരും എന്ന സിനിമയുടെ കേരള കളക്ഷനോടെ മലയാളത്തിൽ ഏറ്റവും പുതിയ ഇൻഡസ്ട്രി വിജയ സിനിമയായിട്ട് ലാലേട്ടൻ സിനിമ മാറുകയാണല്ലോ. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നയിക്കണെത്തിയ സിനിമ മുരുക വിളിയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. നേരത്തെ പുലിമുരുകന്റെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ മറികടന്ന അതേ തുടരും എന്ന സിനിമ ഇപ്പോഴത്തെ പുലിമുരുകന്റെ ഫൈനൽ കേരള ഗ്രോസ് മറികടന്നിരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ എമ്പുരാന് ശേഷം വീണ്ടും പുലിമുരുകന്റെ കേരള ഗ്രോസ് മറികടക്കുന്ന ലാലേട്ടന്റെ രണ്ടാമത്തെ സിനിമ കൂടിയിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 85 കോടിയിൽ പരമായിരുന്നു പുലിമുരുകന്റെ ഫൈനൽ കേരള ഗ്രോസ്. ഇപ്പോഴത്തെ 86 കോടി കടന്നിരിക്കുകയാണ് തുടരുമെന്ന സിനിമയുടെ കേരള ഗ്രോസ്. പുലിമുരുകനെ മറികടന്ന തുടരുമെന്ന സിനിമയ്ക്ക് ഇനി മറികടക്കേണ്ടത് 2 മലയാളം സിനിമകളുടെ ഫൈനൽ കേരള ഗ്രോസ് ആണ്. അതിലൊന്ന് എമ്പുരാനാണെങ്കിൽ മറ്റൊന്ന് 2018 ആണ്. ഇത് രണ്ടും ഇന്നത്തെ കളക്ഷനോടെ മറികടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി തുടരും സിനിമയുടെ മറ്റൊരു നേട്ടത്തിലേക്ക് ഒപ്പം തന്നെ ലാലേട്ടന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവറിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ ബിഗമസ് എന്നൊക്കെ പറയുന്ന താരങ്ങളാണല്ലോ ലാലേട്ടനും മമ്മൂട്ടിയും. ഇതിൽ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് ഭീഷ്മ പർവം എന്ന സിനിമയാണ്. നിങ്ങൾക്ക് തന്നെ അറിവുള്ളതാണല്ലോ, 2021 മറ്റോ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പ്രഖ്യാപനത്തോടെ തന്നെ വലിയ ഹൈപ്പ് നേടിയെടുത്ത, ഒപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത, അതോടൊപ്പം തന്നെ ചാമ്പിക്ക ഉൾപ്പെടെ വലിയ തരംഗമായി തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും 100 കോടി കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയായിരുന്നു ഭീഷ്മ പർവം. അമൽ നിർദ് എന്ന ബ്രാൻഡ് സംവിധായകൻ സംവിധാനം ചെയ്ത ഭീഷ്മ പർവം 85 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ കരിയർ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയെ തുടരുമെന്ന സിനിമ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ കേരള ഗ്രോസ് കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. അതും ഒരു ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഫാമിലി പടമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ഒരു ബ്രാൻഡ് സംവിധായകനോ പാനന്ത്യൻ സിനിമയായിട്ടോ അല്ല തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ലാലേട്ടൻ എന്ത് വലിയ റെക്കോർഡ് നേടിയെടുത്താലും മമ്മൂട്ടി ആരാധകരിലെ ലാലേട്ടൻ വിമർശകർ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകളാണ്. ലാലേട്ടന് ബ്രാൻഡ് ഡയറക്ടർ വേണം, ബിഗ് ബഡ്ജറ്റ് വേണം, അതോടൊപ്പം തന്നെ പാനന്ത്യൻ സിനിമ വേണം, ഒപ്പം ആദ്യ ദിവസം വലിയ റിലീസ് വേണം, വലിയ കളക്ഷൻ റെക്കോർഡ് എല്ലാം തന്നെ നേടിയെടുക്കാനെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള ഒരകമ്പടിയോടെയല്ല തുടരുമെന്ന ലാലേട്ടൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്തത് പോലും ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, വ്യാഴാഴ്ചയല്ല. എന്നിട്ടും ഈ പറഞ്ഞ റെക്കോർഡ് കളക്ഷൻ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ കേരള കളക്ഷൻ കൊണ്ട് ലാലേട്ടൻ മറികടക്കുന്നുണ്ടെങ്കിൽ ഇനി നിസ്സംശയം പറയാം മമ്മൂട്ടി ചേട്ടനുമായിട്ടൊന്നല്ല, മലയാളത്തിലെ ഒരു നാടിനുമായിട്ട് ലാലേട്ടൻ കമ്പാരിസൺ അർഹിക്കുന്നില്ല. അപ്പോൾ കാത്തിരിക്കൂ അടുത്ത തുടരും വാർത്തകൾക്ക്, തുടരും സിനിമയുടെ നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.